ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് ടോസിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് പുറത്ത് നിൽക്കണം ഗൈസ്. അതുകൊണ്ട് രാവിലെ ബർത്ത്ഡേ മനസ്സ് നമ്മൾ പള്ളിയിലൊക്കെ വന്ന് രാവിലെ നല്ലൊരു കുർബാനയ്ക്ക് കൂടി ഇന്ന് നമ്മൾ പോണത് നീണ്ടേറിയിലേക്കാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെപ്പോഴും നമ്മൾ നേരത്തെ ഒരു വ്ളോഗിലിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ലേലം വിളി കാണാൻ പോണത്. മീനിട്ട് ഇങ്ങനെ ലേലം വിളിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ ലേലം വിളിച്ച് മീൻ മേടിക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് മുന്നോട്ട് യാതൊരുവിധ പരിചയവും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ അഭിയാണ് ഇന്ന് ലേലം വിളിക്കാൻ പോണത്. അഭി എന്താണ് അവിടെ പോയി കാണിക്കാൻ പോണത് അറിയില്ല. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്താ അടുത്ത് സംഭവിക്കാൻ പോണത് നോക്കാം. ഗൈസ്, ടോസിയാൻ്റെ മുമ്പേ പോകണ്ട് നമ്മൾ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഒരുപാട് സമയമുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ചായക്കൂടെ തന്നെ ഒരു ചായ അങ്ങോട്ട് മേടിച്ചു. ഈ സമയമുണ്ടല്ലോ ഗൈസ്, നമ്മളങ്ങനെ നീണ്ടകരയിൽ ലേലം വിളിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ടോസിയാൻ്റെ ഇവിടെ എത്തി ഗൈസ്. ഗൈസ്, നമ്മൾ കരിമീൻ മേടിച്ച് ഗൈസ്. അതവർ വെട്ടി തന്നെയാണ്. നമ്മളൊന്ന് പൊളിക്കും ഗൈസ്. ഞങ്ങൾ ലേലം വിളിച്ച് മീൻ മേടിക്കാനാണ് വന്നതെങ്കിലും നമ്മൾ അവിടെ നിന്ന് മേടിച്ചില്ല കേട്ടോ. അവിടെ ഭയങ്കര വില കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിൾ പറഞ്ഞു ഇവിടെ റേറ്റ് കൂടുതലാണ്, നമുക്ക് അപ്പുറത്ത് നോക്കാമെന്ന് പറഞ്ഞു. അടുത്ത് തന്നെ ഒരു മീൻ കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വന്നപ്പോൾ ഒരുപാട് മീനുണ്ടായിരുന്നു. കരിമീൻ, കൊഞ്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ കരിമീനും കൊഞ്ചുമാണ് മേടിച്ചത്. മീൻ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അതിന് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട. നമ്മളവർ വെട്ടി നല്ലപോലെ ക്ലീൻ ചെയ്ത് തരും. ചെമ്മീനാണ് മേടിക്കണമെങ്കിൽ ഒരു 20 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. ഒരുപാട് മീനുണ്ട്. നമ്മളൊരു 7 മണിയൊക്കെ പൊളിച്ച് വരികയാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ നമുക്ക് നല്ല വില. നമ്മളിപ്പോൾ മീൻ മേടിച്ചു ഗൈസ്. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ പള്ളിയിലെ പരിപാടിക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ താറാവൊക്കെ പേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാദ്യം വേവിച്ചെടുക്കണം. പിന്നെ ഫിഷ് മോളി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഗൈസ്, ടോസിയാൻ്റെ ഇവിടെ താറാവറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് മോളിയമ്മയുടെ സ്പെഷ്യൽ ഫിഷ് മോളി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ടോസിയാൻ്റെ വേറെന്താ ഓർഡർ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാനിവിടെ നിൽക്കണത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഗൈസ്, ലിവാങ്കൂട്ടിന് ഉച്ചയായപ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞു. ടോസിയാൻ്റെ ബർത്ത്ഡേ കൂടിയല്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകണം ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ കടയിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറാൻ പോണ കട. നമ്മൾ കുഴിമന്തി എന്താ കഴിക്കാൻ പോണത്. ബാ. ഗൈസ്, കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണതാണ്. വീട്ടിൽ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഗസ്റ്റൊക്കെ വന്നല്ലേ ഗൈസ്. നമ്മളപ്പോൾ കേക്ക് കട്ടിയാൻ പോയാണ്. നമുക്ക് കേക്ക് കട്ടിങ്ങിൽ കിടക്കാം. കേക്ക് വന്നത് ചേട്ടനും ചേച്ചിയുമാണ്. അവരുടെ ഗിഫ്റ്റും കൂടിയാണ്. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഗൈസ്, നമ്മുടെ കേക്ക് നിലത്ത് വീണെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇനി വാരി എടുക്കാം നമുക്ക്. മോളിയമ്മയാണ് ഗൈസ് നിലത്ത് വീഴ്ത്തിയത്. അറിയാണ്ട് നീട്ടി വീണാണ്. പേടിക്കണ്ട മോളിയമ്മ, സാരില്ല. ഗൈസ്, ആഘോഷത്തിനിടയിൽ പകുതി കേക്കും പോയി. ഒരു പാത്രവും പോയി. ഇന്നത്തെ ദിവസം ഭയങ്കര ഷോവാണ് ഗൈസ്. ചേട്ടാ അഭിപ്രായം? ചെമ്മിന
ചേച്ചി രാമു ചേട്ടാ അമ്മ നിങ്ങൾ മനസ്സ് വയറ് നിറഞ്ഞ് പറഞ്ഞെങ്കിലും അടിപൊളിയാ സൂപ്പർ ഇടില്ല അമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ വീണ്ടും കാണാം ടാറ്റാ അങ്ങനെ എല്ലാരും പോയി തുടങ്ങി ഗൈസ് വെളുപ്പിക്കാം നമുക്ക് എടുത്ത് ഇപ്പൊ വെളുത്ത് ഓക്കെ ടാറ്റാ ഗൈസ് നമ്മളിപ്പോ അവരെ യാത്രയാക്കാൻ പോവുകയാണ് ഗൈസ് ഓക്കെ ബൈ